പ്രയർ ചെയ്യുന്ന ആളും സൈൻ ഇൻ സൈൻ ഔട്ട് ചെയ്യുന്ന ആളും ഉണ്ടല്ലോ അല്ലേ? കേറിയിട്ടുണ്ടല്ലോ അല്ലേ? പ്രയർ ഞാനാടാ, ഞാനുണ്ട്. കേറിയുണ്ട്. സൈൻ ഇൻ സൈൻ ഔട്ട് ശ്രീത കയറി. ഓക്കെ, ഓക്കേടാ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. Good afternoon all. Okay, we can start. മിസ് പ്രയർ തുടങ്ങട്ടെ? Okay. മിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, തുടങ്ങിക്കോളൂ. Hands together now I stand, and my little prayer I say, God be with me all the day. This is what I pray. Make me gentle in my way, kind in all I do and say, helping others as I may. This is what I pray. Thank you, miss. Good afternoon, ma'am. Good afternoon, friends. If you want real peace in the world, start with the children. ലോകത്തിൽ യഥാർത്ഥ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുട്ടികളിൽ നിന്ന് ആരംഭിക്കുക. സൈൻ ഇൻ ബൈ ശ്രീജ. Okay, what's next? Okay, so thought of the day and signing together, right? ആരൊക്കെയായിരുന്നു ലീഡേഴ്സ്? ഞാൻ ക്ലാസ്സിലേക്ക് കയറിയപ്പോ നിങ്ങളുടെ സംസാരം കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആരൊക്കെയായിരുന്നു ലീഡേഴ്സ്? ഞാൻ മായ സീവി ഉണ്ട് മാം. ഞാനൊരു കോർഡിനേറ്റർ ആണ്. ഞാനിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വെരി ഗുഡ്, നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്ലാസ്സിൽ കയറുമ്പോൾ ഞാൻ കേൾക്കുന്നു നിങ്ങളുടെ സംസാരം. എങ്ങനെ പ്രയറിന് റെഡിയാണോ? ഓക്കെ ഓക്കെ, ഫൈൻ. കോർഡിനേറ്റേഴ്സും കൂടെ ഉണ്ട് മാം. ഞങ്ങൾ ഫുൾ 5 പേരാണ് ഒരു കമ്മിറ്റിയിലുള്ളത്. ചിലവര് കയറാൻ പറ്റിയില്ലെങ്കിൽ ഈ 5 പേരിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. 5 പേര് ആരൊക്കെയാ? ഞാനുണ്ട്, രഞ്ജിനി ഉണ്ട്, പിന്നെ എസ്തർ ഉണ്ടായിരുന്നു, പിന്നെ 2 പേര് വിട്ടു. അത് ആഴ്ച മാറി വരുന്നു. കഴിഞ്ഞ ആഴ്ച ഉള്ള ആളല്ല. അപ്പോ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാ. നമ്മൾ എവിടെയായിരുന്നു? മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ, അത് കഴിഞ്ഞിരുന്നു. കമ്പാരിസൺ ആയിരുന്നു മാം കഴിഞ്ഞ ആഴ്ച. മോണ്ടിസോറി വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് കമ്പാരിസൺ ആയിരുന്നു. നമ്മളൊരു പെയർ ആക്ടിവിറ്റി ചെയ്തു തോന്നുന്നു അല്ലേ? ചെയ്തു. നമ്മൾ പഠിച്ച സ്കൂളിനെ ടീച്ചേഴ്സ് കമ്പയർ ചെയ്തു. മോണ്ടിസോറി മെത്തേഡ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ നമുക്ക് ആലോചിക്കാനും. ഓക്കെ, സോ ദാറ്റ് വാസ് എൻഡ് ഓഫ് ദാറ്റ് യൂണിറ്റ്. മാം പെയർ ആയിട്ട് ചെയ്തില്ല, ഓരോരുത്തരോട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചോദിക്കുമായിരുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ടൈമില് പാരന്റ്സിന് കുട്ടികളെ സ്കൂളിലാക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷൻ അല്ലെ? ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവാറുണ്ട്. സോ
ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം, സാധാരണ സ്കൂൾ മതിയോ, CBSE വേണോ, ICC വേണോ, സ്റ്റേറ്റ് സിലബസിലെ വേണോ, ഇംഗ്ലീഷ് മീഡിയം. നമുക്ക് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം കൺഫ്യൂഷൻ ഒക്കെ കുറെ കാലം മുമ്പായിരുന്നു. ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ വേണമെന്ന് ഒരു കാലം കൊണ്ട് ഉണ്ടായിരുന്നു രീതികളെല്ലാം. അങ്ങനെ പല പല കൺഫ്യൂഷൻസ് ഉണ്ട് പാരന്റ്സിന് പൊതുവെ. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കമ്പാരിസൺ 25 പോയിന്റ്സിന്റെ കമ്പാരിസൺ നമ്മൾ 2 മെത്തേഡ് നോക്കിയിരുന്നു. ശരിക്കും മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓവർ എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്യും. എല്ലാം ഒരു സയന്റിഫിക് മെത്തേഡാണ്. കുട്ടിയുടെ ബിഹേവിയർ എല്ലാം നോക്കിയിട്ട് പല രീതിയിൽ അനലൈസ് ചെയ്ത് ആ ഒരു എന്താണ് പേഴ്സണാലിറ്റി ആണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മാർക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തുക വിത്ത് ഗുഡ് മാർക്സ്, ആ ഒരു രീതിയിലാണ് ട്രഡീഷണൽ മെത്തേഡിൽ കാണുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പാരന്റ്സിന് പലപ്പോഴും കൺഫ്യൂഷൻസ് ആണ്. മോണ്ടിസോറി മെത്തേഡിലാണെങ്കിൽ നമുക്കറിയാം ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഉള്ള രീതിയിലാണ് മോണ്ടിസോറി അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് നല്ല രീതിയിൽ ആക്ടിവിറ്റി കുട്ടിക്കനുസരിച്ച് എൻവയോൺമെന്റിൽ മാറ്റങ്ങൾ വരുത്തും. അതാണ് മോണ്ടിസോറി മെത്തേഡിൽ ഉണ്ടായിരുന്നത്. കുട്ടികളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്നു, അവരുടെ ഒരു അവരിലുള്ള ക്വാളിറ്റി മനസ്സിലാക്കി അവരെ ട്രിഗർ ചെയ്യുന്നു. സാധാരണ സ്കൂളുകൾ സബ്ജക്ട്സിൽ ഒക്കെ ഫോക്കസ് ചെയ്യും. ആ ഒരു സമയത്ത് എല്ലാവർക്കും ഒരേപോലത്തെ സബ്ജക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ആക്റ്റീവ് ലേണിംഗ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി എക്സാമ്പിൾ പറയുവാണെങ്കിൽ അഡീഷൻ ചെയ്യുവാണ്, 2 കുട്ടികൾ ഇരുന്ന് ചെയ്യുവാണെന്ന് വിചാരിച്ചു. AB 2 കുട്ടികൾ അഡീഷൻ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സ് എടുത്തു. B അതിനൊരു 15 മിനിറ്റ്സ് എടുത്തു എന്ന് വിചാരിക്കാം സെയിം ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. ബട്ട് അവിടെ ടീച്ചേഴ്സ് ഇന്റർഫെയർ ചെയ്യുമോ, പെട്ടെന്ന് ചെയ്യാം, വേഗം സിമ്പിൾ അല്ലേ, വേഗം ആക്കുന്നൊന്നും പറയുന്നില്ല. അവിടെ കുട്ടി ഡിസൈഡ് ചെയ്യാണ് അവൻ എന്ത് ടൈം എടുക്കണം എന്നുള്ളത്. കുട്ടി തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. സഫീഷ്യന്റ് ടൈം കിട്ടുന്നു മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. പിന്നെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് അവരെ ഗൈഡ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ ഏജ് ഗ്രൂപ്പ്, അവിടെ പല പല ഏജിലുള്ള കുട്ടികൾ ഉണ്ടാകും. 3 to 6 years അങ്ങനെ ഒരു കുട്ടികൾ ഉണ്ടായിരിക്കും. പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. കുട്ടികൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം എന്ത് പഠിക്കണം അങ്ങനെയുള്ളത്. പിന്നെ റെസ്പെക്റ്റും ഡിസിപ്ലിനും ഒക്കെ അവരിൽ നാച്ചുറൽ ആയിട്ട് ഫോം ചെയ്യുന്നതാണ്. അതുപോലെ മാജിക് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ അവർ സംസാരിക്കും. ലൈക്ക് താങ്ക് യു, പ്ലീസ്, അങ്ങനെയുള്ള രീതിയിൽ ഒരു ഗുഡ് ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരിൽ കാര്യങ്ങളെല്ലാം വരും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് മ്യൂച്വൽ സപ്പോർട്ടും അതെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഒരാളുടെ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എല്ലാം അവർക്ക് മനസ്സിലാവും ഈ ഒരു മോണ്ടിസോറി മെത്തേഡിൽ. അതൊക്കെ അവരിൽ തന്നെത്താൻ നാച്ചുറൽ ആയിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ ഔട്ട്ഡോർ ടൈം ഉണ്ട് അവർക്ക് ലേണിങ്ങിന്. ഔട്ട്ഡോറിൽ കൊണ്ടുപോയി പല കാര്യങ്ങളും, ഇപ്പൊ മഴ പെയ്യുന്നത്, പിക്ചേഴ്സ് വരയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ ക്ലേ ഉണ്ടാക്കുന്നത്, അങ്ങനെ പല ചെടികൾ നടാൻ, അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഔട്ട്ഡോർ ലേണിംഗ് ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് ലേണിംഗ് എന്ന് പറയുന്നത് അവർക്ക് ഒരു ലവ് ഫോർ ലേണിംഗ് ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള ഒരു ലേണിംഗ് പ്രോസസ്സിന്. ഇതൊക്കെയാണ് ഒരു മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ്, മോണ്ടിസോറി മെത്തേഡ് സാധാരണ ട്രഡീഷണൽ മെത്തേഡുമായിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്, 3rd ലെസൺ. നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പാർട്ട് 3 അല്ലേ, പാർട്ട് 2 എവിടം വരെയായി? നമ്മളിപ്പോ പാർട്ട് 3 ആയി. മോഡ്യൂൾ 1 പാർട്ട് 3. അതിന് ഫസ്റ്റ് 2 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി 3rd യൂണിറ്റ് ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പാർട്ട് 2 ഇടം വരെയായി. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി തമ്മില്ലേ? സിലബസ് ഒന്നെടുത്തു. എന്തോ ഒരു പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. അതിൽ ഏത് യൂണിറ്റ്? അതിലിപ്പോ ഒരു 6 യൂണിറ്റ് ഒക്കെ കഴിഞ്ഞ്. സൈക്കോളജി ആണ് 6th യൂണിറ്റ്. അത് കഴിഞ്ഞ്. അത് സൈക്കോളജി 7th വൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ്. അത് പഠിപ്പിച്ചില്ല, 8ാമത്തെ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
നീഡ്സ്. ഓക്കെ, ആരാ എടുക്കുന്ന നീഡ്സ്? അപർണ മിസ്. വേറെ ആരൊക്കെ എടുക്കുന്നേ? ആതിര മിസ്. മാം ഏതെടുക്കുന്നേ? ആതിര മിസ് ഏതെടുക്കുന്നേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റ്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ യൂണിറ്റ് 3 ആണ്. പാർട്ട് 3 മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 3 ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച് അത് നാച്ചുറൽ ആയിട്ട് വളർന്നു വലുതാകണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ഇത്രയും നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞത് ഹ്യൂമൻ ബേബീസ് കുറിച്ചായിരുന്നു പറഞ്ഞത്. അവരുടെ ഡെവലപ്മെന്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. നിങ്ങൾ എപ്പോഴും ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല മാം. ശ്രദ്ധിച്ചിട്ടില്ല? എന്താണ്? ആനിമൽസിന്റെ കുട്ടികളൊക്കെ അപ്പളെ എണ്ണീറ്റ് നടക്കാൻ തുടങ്ങും. യെസ്. ഹ്യൂമൻ ബേബീസോ? അവര് ടൈം എടുത്ത ഓരോ സ്റ്റേജ് കവർ ചെയ്താണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ശരിക്കും കണ്ണ് ഫസ്റ്റ് തുറക്കില്ല ടീച്ചർ. ഓക്കെ. ആ ഒരു ഡിഫറൻസസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അനിമൽ ബേബീസിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നടക്കാനായിട്ട്? പിടിച്ചു നിർത്തണോ? സപ്പോർട്ട് ചെയ്യണോ? ഫുഡും അനിമൽ ബേബി സ്വയം ആണ് കഴിക്കണം നമ്മള്. അതെ, ചില അനിമൽ ബേബീസ് ലൈക്ക് അവര് എന്താ പറയാ, ഇപ്പൊ മുട്ടയൊക്കെ വിരിഞ്ഞ് വരുന്ന ചെറുപ്പങ്ങള് അവര് കാണുന്ന കൂടിയില്ലേ അവരെ പാരന്റ്സ്. അതായത് നമ്മുടെ ടോട്ടോയ്സിലെ ഈ കടലാമകളില്ലേ, അവര് ബീച്ച് സൈഡിലാണ് ഇങ്ങനെ സാൻഡ് പിറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് മുട്ടയിടുന്നത്. അത് വെള്ള വഴിക്കൊക്കെ പോകും. പക്ഷെ ഇത് വിരിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ അറിയാം നേരെ കടലിലേക്ക് ഇറങ്ങി പോകേണ്ടതെന്ന്? ആരെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുത്തോ? അവര് നേരെ കടലിലേക്ക് ഇറങ്ങി പോകുന്നത് ഈ മുട്ട വിരിഞ്ഞിട്ട് അവർ പോകുന്നത്. ഓക്കെ, പറയുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത്. അതുപോലെ തന്നെ കാങ്കുരുവിന്റെ ബേബി, കാങ്കുരുവിന്റെ പ്രത്യേകത എന്താ? ചാടി ചാടി നടക്കും. ഓക്കെ, ചാടി ചാടി നടക്കും. പിന്നെന്താണത്? പൗച്ച് ഉണ്ടല്ലേ അതിന്റെ വയറില്. ഈ ബേബിക്ക് ബേബി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേബി ചാടി ഈ പൗച്ചിനകത്തേക്ക് കയറിയിരിക്കും അത്രേ. അതിനെങ്ങനെ അറിയാം ആ പൗച്ച് അതിനുള്ളതാണ്? അവരൊക്കെ തന്നെ. സോ മറിയ മോണ്ടിസോറി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അനിമൽ ബേബീസിനെ പോലെ ഹ്യൂമൻ ബേബീസ് ജനിക്കുമ്പോഴേ ഡെവലപ്ഡ് ആകുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു കുഞ്ഞ് അമ്മയുടെ വൂമ്പിൽ ആ ഒരു ജീവന്റെ തുടിപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയില്ലേ എംബ്രിയോ, അതായത് ഭ്രൂണാവസ്ഥയിലായിരിക്കും. കൈയും കാലും ഒന്നും അങ്ങനെ ഫോം ആയിട്ടില്ല. അത് ഓരോരോ ഘട്ടങ്ങളില് ഓരോരോ മാസങ്ങൾ എടുത്ത് 9 months ആവുമ്പോഴേക്കും ശരിക്കും മനുഷ്യരൂപത്തിലേക്ക്, അത് 7 months ആവുമ്പോഴേ രൂപങ്ങളെല്ലാം ആയി, കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ ആയി. അങ്ങനെ ആ ഒരു അവസ്ഥ പൂർണ്ണ വളർച്ചയായിട്ട് എത്തി 9 months ആവുമ്പോഴേക്കും കുട്ടി പുറത്തേക്ക് വരും. അപ്പൊ ശരീരം ആ ഒരു മുഴുവൻ ഷേപ്പായിട്ട് പുറത്തേക്ക് വരണു. ഭ്രൂണാവസ്ഥയിൽ നിന്നും മാറി എംബ്രിയോ എന്നുള്ള ഫിസിക്കൽ എംബ്രിയോ എന്നുള്ള സ്റ്റേറ്റ് മാറി ഇത് വന്നു. ബട്ട് അപ്പോഴും മനസ്സ് അത് എംബ്രിയോ സ്റ്റേറ്റിൽ തന്നെയാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയും. അത് മനസ്സ് അപ്പോഴും ഭ്രൂണാവസ്ഥയിൽ തന്നെയാണ്. ഡിപ്പെൻഡൻസി കൂടുതലായിരിക്കും. പല കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കേണ്ടവരും തന്നെ അവർ ചെയ്യാനുള്ള പ്രായം ജനിച്ച ഉടനെ ആയിട്ടില്ല. അതാണ് ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ് മറിയ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ
നമ്മൾ പറയില്ലേ ചില ആളുകളെ കാണുമ്പോൾ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സിപ്പോഴും വളർന്നിട്ടില്ല. സെയിം തന്നെ സ്പിരിച്വൽ എംബ്രിയോ അതാണ്. മനസ്സപ്പോഴും ഭ്രൂണാവസ്ഥയിൽ തന്നെയാണ്. എന്തോ കേട്ടില്ല. ഓക്കെ, ഇനി ആ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് അത് ആരാ വായിക്കുക? എന്റെ മെറ്റീരിയൽസ് വായിച്ചു. Have you noticed the difference between human babies and animal babies? Human babies seem to be more incapable than animals at birth. Animals can walk within hours after birth. Some can squirm around and creep like puppies, but human beings can barely do anything at all. They cannot move on their own, and they are so helpless that they cannot even lift their own head. They just lay there and cry. Sea turtles, newly devised on a beach, will naturally move toward the ocean. A joey climbs into its mother pouch upon being born. Why are we born like this? നെക്സ്റ്റ് വായിക്കണം മാം. സെക്കൻഡ് പാരഗ്രാഫും വായിച്ചു. It is because the animals have a special aptitude which help them for their development. In the human child, instinct has withdrawn to give place to something higher or the brilliance and will of man. Animals have merely to activate their instincts towards their specified behavior, and their psychic life is limited to this. But in man, there is this other fact, the creation of human brilliance. But a human baby is not born with intelligence. It's developed as a result of the communication with its environment and as the spiritual embryo unfold, Montessori opined. യെസ്, ഇപ്പൊ ഹ്യൂമൻ ബേബീസും അനിമൽ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ് പറയുവാണ്. അനിമൽസ് അറ്റ് ബർത്ത് കാണിക്കുന്ന അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസി നമുക്ക് ഹ്യൂമൻ ബേബീസിൽ കാണാനായിട്ട് പറ്റില്ല. അവര് ആഫ്റ്റർ ബർത്ത്, ഇപ്പൊ പശുക്കുട്ടിയുടെ അതായത് കിടാവ് എന്ന് പറയില്ലേ, അതിങ്ങനെ ബർത്ത് ആയി കഴിയുമ്പോഴേ പതുക്കെ എണീറ്റ് അതിന്റെ 4 കാല് കുത്തി നിൽക്കാനായിട്ട് നോക്കും, വീഴാൻ പോകും. എന്നിട്ട് പതുക്കെ ഇങ്ങനെ വേച്ച് സ്ക്യൂം അറൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേച്ച് നടക്കും. പിന്നെ അല്ലെങ്കിൽ എഴഞ്ഞു പോകും. പപ്പീസ് എഴയുന്ന പോലെ എഴയും. പക്ഷെ ഹ്യൂമൻ ബേബീസിന് പലതും ആ ജനിച്ച ഉടനെ ചെയ്യാനായിട്ട് പറ്റില്ല. ദേ കനോട്ട് മൂവ് ഓൺ ദെയർ ഓൺ. അതിന് കുറേ ടൈം എടുക്കും അല്ലെ. ഓരോ ടൈം എടുത്താണ് ഇവരുടെ പല ആക്ഷൻസും നടക്കുന്നത്. ഈവൻ അവർക്ക് നമ്മൾ തല ഉറച്ചിട്ടില്ല, നമ്മൾ എപ്പോഴും തലയ്ക്കൊരു സപ്പോർട്ട് കൊടുത്താണ് ചെയ്യുന്നത്. അവർക്ക് തല പോലും ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. സീ ടേർട്ടിൽസ് അതെപ്പോഴും ബീച്ചിന്റെ സൈഡിലാണ് ഈ പറയുന്ന മുട്ടയിടുന്നത്. ആ മുട്ട വിരിഞ്ഞ് വരുന്ന ആ കുഞ്ഞുങ്ങള് അവർ നാച്ചുറലി മൂവ് ടുവേഴ്സ് ഓഷ്യൻ, കടലിലേക്ക് തന്നെ അവർ പോകും. JOEY ആണ് കേട്ടോ കാങ്കറൂന്റെ കിഡിന് പറയുന്നത്. ജോയ് ഒരു ചൊല്ലില്ലേ, അണ്ണാൻ കുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കണോന്ന്. കറക്റ്റ് ആണ്. അപ്പൊ അതിന്റെ മദർ അതിന്റെ പൗച്ചിലേക്ക് ചാടി കയറിയിരിക്കാനായിട്ട് അതിനറിയാം. അതൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് സ്പെഷ്യൽ അനിമൽസിന്റെ ആ ഒരു ഡെവലപ്മെന്റ് നമുക്ക് സ്പിരിച്വൽ എംബ്രിയോ തന്നെയാണ്. മനസ്സപ്പോഴും ഭ്രൂണാവസ്ഥയിലായിട്ടേ ഉള്ളൂ. സോ ആ ഒരു ലെവൽ ശരിയായ ഡെവലപ്മെന്റിലേക്ക് പോകുന്നത് ആ ഒരു 3 to 6 years ഒക്കെ ആവുമ്പോഴാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് റിലേറ്റ് ചെയ്താലും നമുക്ക് മനസ്സിലാകും പലപ്പോഴും കുട്ടികളുടെ ആ വ്യത്യാസം. നമുക്കറിയാം ഒരു മാസം ഒക്കെ ആവണം അവരുടെ തലയൊക്കെ ഒന്ന് ഉറയ്ക്കാനും, എന്നാലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെ ജനിച്ചൊരു എനിക്ക് തോന്നുന്നു 10-15 ഡേയ്സിലാണോ ദൃഷ്ടി കറക്റ്റ് ആവുന്നത്, നോട്ടം ശരിയാവണത് അല്ലെ. കുറച്ച് ദിവസം എടുക്കും. അങ്ങനെ പലതും. പിന്നെ അവര് പുറത്തേക്ക് വന്നതുമായിട്ട് കോപ്പപ്പ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഭയങ്കര കരച്ചിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ചിലർക്ക് ചൂടുകൂരി പോലെ മേത്ത് പൊങ്ങും. അങ്ങനെ കുറെ സ്കിൻ ഇറിറ്റേഷൻസും ഒക്കെ കാണിക്കും. അതൊക്കെ ഒന്നായി എൻവയോൺമെന്റുമായിട്ട് ഹ്യൂമൻ ബേബി ആയി വരാൻ തന്നെ സമയം എടുക്കും. ബട്ട് അനിമൽ ബേബി ഓൾറെഡി എല്ലാമായിട്ട് അവർ സർവൈവ് ചെയ്യുവാണ് പെട്ടെന്ന് തന്നെ. നെക്സ്റ്റ് പാരഗ്രാഫ് അതാണ് സ്പിരിച്വൽ എംബ്രിയോ ആണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പാരഗ്രാഫ് പ്ലീസ്. ഞാൻ വായിക്കട്ടെ. For the child to self-build himself
she concluded that the child must possess within a predetermined psychic pattern, which is not visible at birth. She referred to them as the spiritual embryo. Montessori believed that for the psychic pattern to reveal itself, two conditions must be fulfilled. First, surroundings. He needs to collaborate with his environment to understand or come to terms with the limit of his universe. Second, he needs freedom to reveal himself. If these two conditions are absent, the psychic life of the child will not reach its potential and his personality will be stunted. Therefore, the child must also develop a sensitive period and an absorbent mind. ഓക്കെ. കുട്ടി തന്നെ സെൽഫ് ബിൽഡ് ചെയ്യാൻ നമ്മള് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 months ആവുമ്പോഴാന്ന് തോന്നുന്നു ഇവര് കമിഴ്ന്ന് വിടുന്നത് അല്ലെ? കമിഴ്ന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെന്താ പിന്നെ ചെയ്യുന്നത്? നീന്താൻ തുടങ്ങും അങ്ങനെ. നീന്താൻ. അത് കഴിയുമ്പോഴോ മുട്ടുകുത്തി മുട്ടുകുത്തി നടക്കും. അതെ. ഓക്കെ. അതെ. ഇരിക്കാൻ തുടങ്ങും. പിന്നെ പിടിച്ച് നടക്കും. സ്വയം പിന്നെ അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും പോകുന്നത് അല്ലെ? പക്ഷെ എന്റെ മോൻ നടന്നതിന് ശേഷം ഇരുന്നത് 8 months അവൻ നടന്നു, അതിനുശേഷമാണ് ഇരുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു പാറ്റേൺ തന്നെയാണ് എല്ലാരും ഫോളോ ചെയ്യുന്നത്. ചിലരിലൊരു ഡിഫറൻസ് വരെയായിരിക്കും. മോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 months ആയിട്ടും പിടിച്ചു നിൽക്കാനായിട്ടൊന്നും നോക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ കമഴ്ന്നത് 3 months കമഴ്ന്നെങ്കിലും എപ്പോഴും കമഴില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് കമഴാൻ വേണ്ടി കമഴ്ന്നു അത്രമാത്രം. ആ ഒരു മുട്ട് കുത്തിയിട്ടില്ല, ഇരുന്നിട്ടില്ല, കമന്നിട്ട് അങ്ങനെ നീച്ചു. ശരി. അപ്പൊ അത് എന്റെ മോളാണെങ്കിൽ മേഡം 26ാമത്തെ ദിവസമായപ്പോ കമന്ന് വീണതാ. ആണോ? അത് കൊള്ളാം. എത്രയും പെട്ടെന്ന് ഓടിയോ എന്നിട്ട്? ഇല്ല, എന്തായാലും കമന്ന് വീണു 26 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക്. 28 കെട്ടുന്നതിന് മുമ്പേ ഇത് കമന്ന് വീണ ആളാ. മോളിങ്ങനെ എന്നിട്ട് 10th month തന്നെ മലർന്ന് തന്നെ കിടക്കുമായിരുന്നു. നമ്മള് ഡോക്ടറെയൊക്കെ കാണിച്ചു കേട്ടോ. ഫസ്റ്റ് കിഡ് ആയതുകൊണ്ട് നമ്മൾക്ക് ആകെ ഒരു ടെൻഷൻ കോൺഷ്യസ് തന്നെ ആയിപ്പോയി. ഓക്കെ. സോ അങ്ങനെ ഇവരുടെ ഫിസിക്കൽ ചേഞ്ചസിലെ പാറ്റേൺസ് ഓൾമോസ്റ്റ് എല്ലാവരിലും ഒരേ രീതിയിൽ തന്നെ പോകും. മെന്റൽ ഡെവലപ്മെന്റ് അതാണ് നെക്സ്റ്റ്. സർവൈവൽ, എൻവയോൺമെന്റുമായിട്ടുള്ള അവരുടെ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ഈ മോണ്ടിസോറി പറയുന്നത് അത് ഭ്രൂണാവസ്ഥയിൽ തന്നെ ഇരിക്കുവാണ് അവരുടെ ആ ഒരു സ്പിരിച്വൽ എംബ്രിയോ. വിസിബിൾ ഒന്നുമല്ല, നമുക്ക് കാണുന്നില്ല, പക്ഷെ അത് ആ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും. മോണ്ടിസോറി പറയുന്നത് ഇവരുടെ ഈ സൈക്കിക് പാറ്റേൺ, അതായത് മെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഒന്ന് സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വളരുന്ന ചുറ്റുപാട്, എൻവയോൺമെന്റ് ചെറിയ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ വീട് മാത്രമായിരിക്കും. സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് സൊസൈറ്റി വരുന്നത്. പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അങ്ങനെ 3 എൻവയോൺമെന്റിന്റെ 3 phases ഉണ്ട്. അതില് ചെറിയ കുഞ്ഞുങ്ങള് ജനിച്ചു വീണ കുട്ടികൾക്ക് അവരുടെ ആ വീടായിരിക്കും കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ സറൗണ്ടിങ്സ് പറഞ്ഞു, എൻവയോൺമെന്റ്. സെക്കൻഡ് വൺ ഫ്രീഡം ആണ്. അത് അവനവനെ തന്നെ റിവീൽ ചെയ്യാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം, ആരും തടസ്സം നിൽക്കാത്ത രീതിയിൽ. കാരണം ആ ഒരു ഫ്രീഡം ഉണ്ടെങ്കിലാണ് ഇവരുടെ മെന്റൽ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ട് പോവുള്ളൂ എന്നാണ് പറയുന്നത്. ഈ 2 കണ്ടീഷൻസും ഇല്ലെങ്കിൽ കുട്ടിയുടെ സൈക്കിക് ലൈഫ്, ദാറ്റ് ഈസ് ആ മെന്റൽ ഡെവലപ്മെന്റ്, അത് ശരിയായ രീതിയിലുള്ള പൊട്ടൻഷ്യലിലേക്ക് എത്തില്ല. അവന്റെ പേഴ്സണാലിറ്റി നിന്നുപോകും. എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി, പേഴ്സണാലിറ്റി ഒക്കെ ഫോം ചെയ്യണം. അതിന് ഈ 2 ഫാക്ടേഴ്സ് ഹെൽപ്ഫുൾ ആകണം അവർക്ക്, എൻവയോൺമെന്റും ഫ്രീഡം. സ്ഫടികം മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അതിനകത്ത് ഈ മോഹൻലാലിന്റെ ചെറുപ്പം, ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാലിബർ, ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്. കുറെ ഡിസ്കവറീസ് ചെയ്യും, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ട് പല കാര്യങ്ങളും കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ അവന്റെ അച്ഛൻ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ചപ്പോ മാഷ്, മാത്സിന്റെ ഒരു മാഷായിരുന്നു. അപ്പൊ മാഷ് ഒരു വര വരച്ചിട്ടുണ്ട്, അതിലൂടെ തന്നെ മക്കൾ പോകണം, അത് തന്നെ പഠിക്കണം, ആ ഒരു രീതി. മാത്സിന്റെ ടീച്ചറായിരുന്നു. അപ്പൊ അങ്ങനെ
മകനിലെ കഴിവുകളൊന്നും മാഷ് കാണുന്നില്ല, അതിനെല്ലാം അറസ്റ്റ് ചെയ്യുവാണ് ചെയ്തത്. അങ്ങനെ അവന്റെ ലൈഫ് തന്നെ മാറി ഒരു ബ്രാറ്റ് അങ്ങനത്തെ ഒരു കുട്ടിയായി മാറുവാണ്. ഒരു ആരും പറഞ്ഞ അനുസരിക്കാത്ത രീതിയിൽ അങ്ങനെ അവന്റെ ലൈഫ് മാറുന്നതായിട്ട് ആ കഥയിൽ കാണുന്നുണ്ട്. അവസാനം മകന്റെ ക്വാളിറ്റീസ് മാഷ് മനസ്സിലാക്കുമ്പോഴേക്കും ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഒരു സിനിമയാണ്. സ്ഫടികം സിനിമ പോലെ ഉണ്ടല്ലോ അത്. ആ സ്ഫടികം സിനിമയിലെ കാര്യം പറഞ്ഞേ, സ്ഫടികം. അപ്പൊ അതിലങ്ങനെയല്ലേ, ആ ഒരു യങ് ക്യാരക്ടർ, അതായത് ആ ഒരു സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ആ കുട്ടിയുടെ കഴിവുകളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ. ബട്ട് അവന്റെ അച്ഛൻ അത് അറസ്റ്റ് ചെയ്യുവാണ്. അച്ഛൻ അതൊന്നും മനസ്സിലാക്കണില്ല. അവൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നു. അങ്ങനെ അവന്റെ ലൈഫ് മാറിപ്പോണതൊക്കെയല്ലേ നമ്മൾ ആ മൂവി കാണുന്നത്. അതാണ് പറയുന്നത്, സറൗണ്ടിങ്സും ഫ്രീഡവും അത് രണ്ടും ആബ്സെന്റ് ആണെങ്കിൽ കുട്ടിയുടെ പൊട്ടൻഷ്യല് ശരിയായ രീതിയിൽ എത്തില്ല. പേഴ്സണാലിറ്റി തന്നെ മുരടിച്ചു പോകും. വളർച്ച മുരടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു ചെടി നടുവാണെങ്കിലും അതിന് വേണ്ടുന്നതെല്ലാം കിട്ടുവാണെങ്കിൽ മാത്രമാണ് ചെടി വളർന്ന് അതിന്റെ റിസൾട്ട് വരുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. അപ്പൊ കുട്ടികൾക്ക് അവർ ഡെവലപ്പ് ആകാനായിട്ട് പറയുന്നത് 2 ഫാക്ടേഴ്സ് ആണ്, സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബന്റ് മൈൻഡ്. ഈ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അവരുടെ സറൗണ്ടിങ്സുമായിട്ട്. ഒരു ശബ്ദം കേട്ടാൽ അവർ പെട്ടെന്ന് അത് ശ്രദ്ധിക്കും. ഒരു കാഴ്ച കണ്ടാൽ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കും. അങ്ങനെ പലതുമായിട്ടും അവർ സെൻസിറ്റീവ് ആണ്. അവർ തൊട്ട് നോക്കും, അങ്ങനെ പലതും അറിയുന്നു. വളരെ സെൻസിറ്റീവ് പീരീഡ് ആണ് അവരുടെ. അതുപോലെ തന്നെ എന്ത് കിട്ടിയാലും പെട്ടെന്ന് തന്നെ അവരുടെ മൈൻഡിലേക്ക് രജിസ്റ്റർ ആവും. നമ്മളൊരു സ്പഞ്ച് ഒരു വെള്ളത്തിലിടുമ്പോ വെള്ളം അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെ, വലിച്ചെടുക്കുന്ന പോലെ തന്നെ അവരുടെ മനസ്സും അതുപോലെ തന്നെയാണെന്നാ പറയുക. ഒരു അബ്സോർബൻ മൈൻഡാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു കൊച്ചു പാരഗ്രാഫാണ്, അത് ഞാൻ അങ്ങ് പറഞ്ഞു പോവാം. മോണ്ടിസോറി ഈ ഒരു സ്പിരിച്വൽ എംബ്രിയോനെ ഓൾറെഡി പ്രീഡിറ്റർമിൻ ഒരു സൈക്കിക് പാറ്റേൺ ആണ്. ഈ മനസ്സെന്നുള്ള ഭ്രൂണാവസ്ഥയിലിരിക്കുന്ന മൈൻഡ് എന്ന് പറയുന്നത് അതിന്റെ പാറ്റേൺ അത് ഓൾറെഡി പ്രീഡിറ്റർമിൻഡ് ആണ്. എങ്ങനെയാണ് ഇവരുടെ ഡെവലപ്മെന്റ് പോണത് അത് പ്രീഡിറ്റർമിൻഡ് ആണ്. അതിന് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ മോണ്ടിസോറി കുട്ടികളുടെ ഇൻബോൺ പവേഴ്സ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മനുഷ്യനാണ് എർത്തിലെ മോസ്റ്റ് പവർഫുൾ സ്പീഷീസ് എന്ന് പറയുന്നത് അല്ലെ. ഹെൽപ്ലെസ് ആയി ജനിച്ചപ്പോഴേ ഹെൽപ്ലെസ് ആയിട്ട് ജനിച്ച ഹ്യൂമൻ ബേബീസ് എങ്ങനെയാണ് മോസ്റ്റ് പവർഫുൾ സ്പീഷീസ് ആയിട്ട് മാറിയത് എന്നുള്ളത് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, അത് നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിലൂടെയാണ് അവരിങ്ങനെ പവർഫുൾ സ്പീഷീസ് ആയതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതെങ്ങനെയുള്ള പാറ്റേണിലാണ് ഇവരുടെ സൈക്കിക് ഡെവലപ്മെന്റ്, മൈൻഡിന്റെ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഒരു ചെറിയൊരു ഫ്ലോ ഡയഗ്രാം പോലെ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ചെറിയ അക്ഷരങ്ങളാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ബട്ട് ഇത് തന്നെ നമ്മൾ താഴേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ജസ്റ്റ് ഈ ഫ്ലോ ഡയഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടിയുടെ ഡെവലപ്മെന്റ് അതൊരു പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേൺ ആണ്. ഈ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നെസസറി കണ്ടീഷൻസ്, അതാണ് ഈ ബ്ലോക്കിനകത്ത് നമ്മൾ പറഞ്ഞു എൻവയോൺമെന്റും ഫ്രീഡം. ഈ ഡെവലപ്മെന്റ് പ്രോസസ്സിലേക്ക് കുട്ടി പോകുമ്പോൾ അവന് വേണ്ടുന്ന നെസസറി കണ്ടീഷൻസ് ആണ് എൻവയോൺമെന്റ് ആൻഡ് ഫ്രീഡം. ഓക്കെ, ഇനി ഈ ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞു ഈ കുട്ടിയുടെ ഒരു ഏജ് സ്പാൻ, അതുപോലെ തന്നെ അവന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, അത് രണ്ടും അവന്റെ ഡെവലപ്മെന്റിനുള്ള ഇന്റേണൽ എയ്ഡ്സ് ആണ്. പുറത്ത് നമ്മൾ അവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. വീട്ടിൽ സ്കൂൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കൂള്, പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും പഠിപ്പിക്കണോ അതെല്ലാം നമ്മൾ പുറത്ത് എക്സ്റ്റേണൽ ആയിട്ട് ചെയ്തു കൊടുക്കും. ബട്ട് അവന്റെ ഡെവലപ്മെന്റിനുള്ള ഇന്റേണൽ എയ്ഡ്സ് സെൻസിറ്റീവ് പീരീഡ് ആണ്. ആ കറക്റ്റ് ആ പ്രായം നല്ലതുപോലെ ഉപയോഗിക്കുവാണെങ്കിൽ അബ്സോർബൻ മൈൻഡ്, എല്ലാം അബ്സോർബ് ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള മൈൻഡാണ്. സോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവൻ അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് ഹിസ് ഡെവലപ്മെന്റ്. ഇതാണ് ഇന്റേണൽ എയ്ഡ്സ് ആയിട്ട് വരുന്നത്. കണ്ടീഷൻസ് ഇത്, പിന്നെ ഇന്റേണൽ എയ്ഡ്സ് ആയിട്ട് വരുന്നത്. ഈ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് നടക്കും. പിന്നെ ഈ എങ്ങനെയൊക്കെയാണ് ഈ ഡെവലപ്മെന്റ് നമുക്ക് നടക്കുക നാച്ചുറൽ ആയിട്ട്. കുട്ടികൾ ഇരുന്ന് കളിക്കുന്നത് നമുക്ക് കാണാം അല്ലെ. പലപ്പോഴും അവർ പല രീതിയിലുള്ള ഗെയിംസിൽ അവർ ഏർപ്പെടും, പല ആക്ടിവിറ്റീസ്. ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്ന ടോയ് ആയിരിക്കില്ല അവരുടെ ആക്ടിവിറ്റി, അവരുടെ വർക്കിനുള്ള സാധനങ്ങൾ.
ഒരു സ്പൂൺ ആവാം, ഒരു പാത്രം ആവാം, ഒരു കുപ്പിയുടെ അടപ്പാവാം, അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് അവരുടെ ഒരു ഇമാജിനേഷൻ, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അവർ അതുകൊണ്ട് കഴിക്കും. അതാണ് ലോ ഓഫ് വർക്ക്. പിന്നെ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് നോക്കും. 1 വയസ്സ് പിറന്നാളൊക്കെ ആകുമ്പോഴേക്കും നമ്മള് സദ്യയൊക്കെ വെച്ച് ഇലയിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും ഒരില അവർക്ക് സ്വന്തമായിട്ട് വേണം, അവർ തന്നെത്താനെ കഴിക്കും. കുറെ താഴേക്കും അല്ലെ, അവർക്ക് ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് അവർ തുടങ്ങുക. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ അറ്റൻഷൻ, ശ്രദ്ധിക്കുന്നത്, അത് ഭയങ്കര ഷാർപ്പായിരിക്കും അവർക്ക്. പവർ ഓഫ് അറ്റൻഷൻ. ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, അവരുടെ ബുദ്ധി വളർന്നു വരുവാണ്. പിന്നെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അത് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്സ് ഇമാജിനേഷൻ ഓർ ക്രിയേഷൻ. ഡെവലപ്മെന്റ് ഓഫ് ദി ഇമോഷണൽ ഒരു സ്പിരിച്വൽ ലൈഫ്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് അങ്ങനെ അത് ഒരു പ്രായം, ഒരു സമയമാകുമ്പോഴേക്കും ഇവർക്ക് ഇമോഷൻസ്, ആ ഒരു സന്തോഷം, ലൈക്ക് സങ്കടം, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇമോഷണൽ ഇതിലേക്ക് അവർ വരും. പിന്നെ സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ്, കുട്ടികളുടെ പല സ്റ്റേജസ് ആണ്. അത് ഏജ് വൈസ് മോണ്ടിസോറി പറയുന്നുണ്ട്. ബർത്ത് തുടങ്ങി ഒരു 24 ഇയേഴ്സ് വരെ. അപ്പോൾ ബർത്ത് തുടങ്ങി 24 ഇയേഴ്സ് വരെയുള്ള സ്റ്റേജസിനെ ശരിക്കും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ് എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 24 ഇയേഴ്സ് ആകുമ്പോഴാണ് കുട്ടിയുടെ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആകുന്നത്. ആക്ച്വലി എന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് ഒരു 24 ഇയേഴ്സ് ആകുമ്പോഴാണ്. വകതിരിവ് വന്നു എന്നൊക്കെ പറയില്ലേ, ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് ചെല്ലുന്നത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം. ആ 24 ഇയേഴ്സ് ആകുമ്പോഴാണ് ഒരു മെച്യൂർ റിലേഷൻഷിപ്പ് അവരുടെ വരുന്നത്. അതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഇല്ലാന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ പ്രണയം തോന്നാറുണ്ട്, കോളേജിലേക്ക് ചെല്ലുമ്പോൾ പ്രണയം തോന്നാറുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ബി, ഒരു 24 ഇയേഴ്സ് ആകുമ്പോൾ അവരുടെ ആ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ മെച്യൂർ ദാൻ ദ പ്രീവിയസ് ഏജസ്. ആ ഒരു ടൈമിലെ ഒരു മെച്യൂരിറ്റി അവർ കാണിക്കുന്ന ഒരു ടൈമാണ് 24 എന്ന് പറയുന്നത്. 24 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു കുട്ടി എഡ്യൂക്കേഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് 10th കഴിയുന്നു, +2 കഴിയുന്നു, ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, PG കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ 24 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. ഒരു 24 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്റ്റ് ബ്രേക്ക് ഒന്നും ഇല്ലാതെ എഡ്യൂക്കേഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ PG കഴിയുന്ന ഒരു കാലഘട്ടം. So that will be the best time for him to enter into a love life, love relationship, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എത്താൻ പറ്റിയ നല്ലൊരു ടൈം അതാണെന്നാണ് പറയുന്നത്. അതിന് മുമ്പൊന്നും ചെയ്യുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല. ബട്ട് ദാറ്റ് മീൻസ് പലപ്പോഴും ഡിസിഷൻ എടുക്കാനും അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും ആ ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ ശരിയാകണമെന്നില്ല. സംടൈംസ് ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. ജനറലി പറഞ്ഞതാണത്. അങ്ങനെ ആ ഒരു ടൈമിൽ ബ്രേക്കപ്പ് ഒക്കെ വരുമ്പോഴ് പലതരം പ്രശ്നങ്ങൾ വരും. ഈ ആ ഒരു ഏജ് അതിന് മുമ്പ് ചെറിയ ഏജിലൊക്കെ ചിലർ ഡിപ്രഷനിലേക്ക് പോകും. കൂടുതലും ബോയ്സ് ആണ് ഡിപ്രഷനിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതൽ. ചിലർക്ക് അത് വയലന്റ് ആകും. അപ്പോഴാണ് ആസിഡ് അറ്റാക്കും കത്തിക്കുത്തും പെട്രോൾ ഒഴിച്ച് കത്തിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കും. സോ നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് ഫ്രീഡം കൊടുത്ത് ഇവരുടെ സെൻസിറ്റീവ് പീരീഡ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് അവരുടെ അബ്സോർബൻ മൈൻഡിലേക്ക് ആവശ്യമുള്ളത് മാത്രം അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കുട്ടി നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തു പോകും. അവന്റെ ആ ഒരു സൈക്കിക് പാറ്റേണിന്റെ ഡെവലപ്മെന്റ് നല്ലൊരു പ്രോസസ് തന്നെയായിരിക്കും. സോ അത് ഏതൊക്കെ രീതിയിൽ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. പിന്നെ ഓൾറെഡി ഇവരുടെ ഒരു ബിഹേവിയറിന്റെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് മോഡൽസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം ഒരു കുഞ്ഞിന്റെ പേഴ്സണൽ ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ, ബിഹേവിയർ അത് എല്ലാം 2 കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒന്ന് ജെനറ്റിക് ആയിരിക്കും. ജെനറ്റിക് നമ്മൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എന്ന് വെച്ചാല് അത് അച്ഛന്റെയും അമ്മയുടെയും സൈഡിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നതാണ്. അതിൽ നമുക്ക് ഭയങ്കരമായ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. കാരണം 46 ക്രോമസോമില് 23 ഫ്രം ഫാദർ സൈഡ്, 23 ഫ്രം മദർ സൈഡ്. അതിൽ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റില്ല. ദേ വിൽ ഷോ ദാറ്റ് നേച്ചർ അല്ലെ. അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടാവും, കുട്ടിക്കും ചിലപ്പോൾ ആ ജീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല മുടിയായിരിക്കും. അച്ഛനൊരു മിഡിൽ ഏജ് ആവുന്നതിന് മുമ്പ് തന്നെ കഷണ്ടി വന്നു. സോ ഡെഫിനറ്റ്ലി മകനും ചിലപ്പോൾ വരാം. ഡയബറ്റിക് ആയി മകനും ആവും.
പിന്നെ മാത്സിൽ ഭയങ്കര ഇന്റലിജന്റ് ആയിരുന്നു അച്ഛൻ. മകനിലും ആ ജീൻ കിട്ടും. ഇവിടെ മോൾക്ക് അവൾക്ക് 18 വയസ്സാവാറായി. അവളുടെ മുഖത്ത് നിറയെ പിമ്പിൾസാ. എനിക്കും ആ ഒരു ടൈമില് ഞാൻ അവളുടെ പ്രായമായിരുന്ന സമയത്ത് എനിക്കും നല്ലപോലെ എന്റെ ഫേസിൽ പിമ്പിൾസ് വരുമായിരുന്നു. അപ്പൊ അവള് പറയാം, അമ്മയുടെ ചീത്ത ജീനൊക്കെ എനിക്ക് കിട്ടി, നല്ല ജീനൊന്നും കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയും. പിന്നെ ഹസ്ബൻഡിന്റെ കുറെ ഫുഡിന്റെ ടേസ്റ്റുകളൊക്കെ എക്സാക്ട്ലി സിമിലർ ഹസ്ബൻഡിന്റെ തന്നെയാണ്. അങ്ങനെ അവളിങ്ങനെ ഓരോന്ന് പറയും. ആ ഒരു ചില ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നതും എല്ലാം ഹസ്ബൻഡ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു. അവളുടെ അച്ഛൻ എങ്ങനെയാണോ അതുപോലെ തന്നെ അവൾ കാണിക്കും. അപ്പൊ അവള് പറയാം, എനിക്ക് എല്ലാ ചീത്ത ജീനും കിട്ടി എന്നൊക്കെ ഇങ്ങനെ ഇരുന്നിങ്ങനെ പറയാം. സോ ദാറ്റ് ഇസ്, അതിന് നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ബട്ട് വി ക്യാൻ ചേഞ്ച് ഇൻ അനദർ തിങ്. അത് കുട്ടി വളരുന്ന ചുറ്റുപാടാണ്, എൻവയോൺമെന്റ്. ഈ എൻവയോൺമെന്റ് ചെറുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ വീട് മാത്രമാണ് നമ്മൾ പറഞ്ഞു. കുറച്ചുകൂടെ വളരുമ്പോഴേക്കും അവര് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സൊസൈറ്റിയായി, സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനായി. അപ്പൊ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇടങ്ങളിലേക്കാണ് കുട്ടി പോകുന്നത്. ഈ 3 ഇടങ്ങളും കുട്ടിയെ സ്വാധീനിക്കും. അപ്പൊ ഈ 3 ഇടങ്ങളും ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള മെസ്സേജസ് ആണ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഡെവലപ്മെന്റും അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ട് തന്നെ പോകും. ഈ എന്താ പറയാ, ഞാൻ ഇന്റർവെൻഷൻ ചെയ്യുന്ന ഒരു സ്കൂളുണ്ട്. അവിടെ 9th സ്റ്റുഡൻസിനാണ് ചെയ്യുന്നത്. 8ാം ക്ലാസ് തുടങ്ങി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കോസ്റ്റൽ ഏരിയ ആണ്. അപ്പൊ ഈ കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളായിരുന്നു. ഒരു ഗ്രൂപ്പ് വന്നതിലൊരു 50 പേരിലൊരു 5-6 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഒറ്റക്കെട്ട് പോലെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ആ ഒരേ ക്ലാസ്സിൽ ഒരേ ഏരിയയിൽ നിന്ന് വരുന്നവര് അങ്ങനെ അവർ നല്ല പോലെ അബ്യൂസീവ് വേർഡ്സ് പറയും. അവരെ സംബന്ധിച്ച് അതൊരു മറ്റുള്ളവർ കേൾക്കുന്നത് ഒരു പ്രശ്നമല്ല, ആര് കേട്ടാലും അവർക്ക് പ്രോബ്ലം ഇല്ല. ഈവൻ അവർ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴോ അങ്ങനെ സംസാരിക്കുമ്പോഴോ ഒക്കെ തന്നെയും ഈ വേർഡ്സ് ഇടയ്ക്ക് കയറി വരും. അത് അവരെ സംബന്ധിച്ച് കോമൺ ആണ്. നമ്മളുടെ ഒരു ജനറേഷൻ കാലത്ത് നമ്മള് എടാന്നോ ഇടീന്നോ വിളിക്കുന്നതിനെ വളരെ കുറച്ച് ആളുകളെയാണ്. ബാക്കിയുള്ളവർ നമ്മൾ പേരായിരിക്കും പറയാ. അത്ര ക്ലോസ് ആണെങ്കിൽ മാത്രമാണ് എടീന്നോ ഒക്കെ വിളിക്കുക. എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ അത്രയും ഫ്രീഡം എടുത്ത് എടീന്ന് വിളിക്കുന്ന ഒരാളേ ഉള്ളൂ എന്റെ ലൈഫിൽ. കാരണം വെച്ചാൽ ഞങ്ങള് നഴ്സറി തുടങ്ങി 10th വരെ ഒരുമിച്ച് പഠിച്ചത്. അത് നൈബറാണ്. അപ്പൊ അവള് മാത്രമേ ഉള്ളൂ എന്റെ ലിസ്റ്റിൽ എടീന്ന് വിളിക്കുന്നത്. ബാക്കി എല്ലാരെയും പേരാ വിളിക്കുന്നത്. സോ നമ്മളുടെ ആ ജനറേഷൻ കഴിഞ്ഞപ്പോ ഇവരുടെ സല്യൂട്ടേഷന്റെ രീതി തന്നെ മാറി. ഇവര് അബ്യൂസീവ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ചാറ്റിൽ കാണാം, തമ്മിൽ സംസാരിക്കുമ്പോ കാണാം. അത് ദേഷ്യം വരുമ്പോൾ വിളിക്കണത് അല്ല. ദേഷ്യം വരുമ്പോഴും അവർ അത് ഉപയോഗിക്കുന്നുണ്ട്, കോമൺ സംസാരിക്കുമ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എന്റെ ഫസ്റ്റ് ചലഞ്ച് അതായിരുന്നു, ഈ കുട്ടികളുടെ ലാംഗ്വേജ് ഒന്ന് കറക്റ്റ് ചെയ്യാന്നുള്ളത്. ആക്ടിവിറ്റീസ് ചെയ്യാനോ മീൻസ് അവരെ വിളിച്ചു നിർത്തി ഇൻസ്ട്രക്ഷൻ കൊടുക്കാനോ അതുപോലെ തന്നെ കമാൻഡ് ചെയ്യാനോ ഷൗട്ട് ചെയ്ത് വഴക്ക് പറഞ്ഞ് ശരിയാക്കിയാലോ നടക്കില്ല എന്നുള്ളത് അറിയായിരുന്നു. നമ്മളുടെ മെത്തേഡ് ഇതായതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും മോണ്ടിസോറി മെത്തേഡാണ് എടുക്കുന്നത്. സോ അങ്ങനെ എങ്ങനെയായി, ഇവര് സംസാരിക്കുമ്പോൾ ഇവരെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവര് കോൺഷ്യസ് ആയി. അവര് സംസാരിക്കുന്നത് ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവര് അതിനെ നമ്മൾ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് ക്ലോസ് ആവും. ഭയങ്കര ഒരു ലവ് ആയിരിക്കും, ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടാവും മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും കുട്ടികളും തമ്മിൽ. നമ്മൾ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് മുമ്പ് മനസ്സിലാവും കേട്ടോ. പലരും പോയിട്ടുണ്ടാവുമായിരിക്കും. കുട്ടികൾക്ക് വിട്ടുപിരിയാനും ഒക്കെ ഭയങ്കര ഇതായിരിക്കും. അവർക്ക് ഈ സ്നേഹം എന്നുള്ളത് ഫസ്റ്റ് ഒരു കൺസേൺ അവരുടെ നീഡായിട്ട് ഇങ്ങനെ വന്നു. ഇപ്പൊ അവര് ഗ്രൂപ്പ് 6 പേരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പറഞ്ഞു, മാം ഞങ്ങൾ ഇനി അബ്യൂസീവ് വേർഡ്സ് ഞങ്ങൾ യൂസ് ചെയ്യില്ല, ഞങ്ങൾ പറയില്ല. ആരെങ്കിലും പറയുവാണെങ്കിൽ അവരെ ഞങ്ങൾ തിരുത്തുകയും ചെയ്യുന്നത്. ബട്ട് അവര് നല്ല കുട്ടികളാണ്. അവരത് ചെയ്തു. പക്ഷെ അവർ ഭയങ്കര ട്രൈ ആ ചെയ്തത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലിത് യൂസ് വെച്ചാൽ അവരുടെ വളരുന്ന ചുറ്റുപാട് അതുപോലെയാണ്. അവരുടെ ചുറ്റുപാടിന്നും അവർ കേട്ട് വളർന്ന വാക്കുകൾ ഇതാണ്, വീട്ടിൽ നിന്ന് കേട്ട വാക്കുകൾ ഇതാണ്, അല്ലാണ്ട് ഇത് സ്കൂളിൽ കേട്ടതല്ല. അവര് വളർന്ന ആ ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു കൾച്ചറുള്ള ഒരു ഇതായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം. മേ ബി അച്ഛൻ ട്രക്കാർഡായിരിക്കാം, കുടിച്ചിട്ട് വന്നിട്ട് പറയണത് മുഴുവൻ ഇതായിരിക്കും, അമ്മയെ പറയണതോ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ബഹളം വയ്ക്കുന്നതൊക്കെ കേട്ട് വളർന്ന ഒരു കുട്ടികളാണ്. അപ്പൊ അവര് കുട്ടികളാണ്. അപ്പൊ അവരിൽ അത് വരാൻ കാരണം ഇൻഫ്ലുവൻസ് ഇങ്ങനെയായിരുന്നു. അവരുടെ അബ്സോർബഡ് മൈൻഡിലേക്ക് ചെന്നതെല്ലാം നെഗറ്റീവ് മെസ്സേജസ് ആണ്. ഈ ഒരു പ്രോബ്ലം. അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ
നമ്മൾക്ക് സ്കൂളിലാണ്. സോ നിങ്ങൾ ഓരോരുത്തർക്കും നമ്മൾക്കെല്ലാം നമ്മുടെ ഡ്യൂട്ടി ഡിവൈൻ ആണ്. നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. സോ അതാണ് ഈ അബ്സോർബന്റ് മൈൻഡും. എന്നെ സംബന്ധിച്ച് സെൻസിറ്റീവ് പീരീഡ് അബ്സോർബന്റ് മൈൻഡ് ഒക്കെ ഓൾമോസ്റ്റ് കുട്ടികളുടെ പകുതിയായി. കാരണം 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ 14, 15 ആ ഒരു ഏജിലേക്ക് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ എന്നാലും ബാക്കി കിടക്കണു 10 years അവരുടെ. അപ്പൊ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഇന്റർവെൻഷൻ കിട്ടിക്കഴിയുമ്പോഴേക്കും ഇവരുടെ അബ്സോർബന്റ് മൈൻഡ് പോസിറ്റീവ് തിങ്സ് അബ്സോർബ് ചെയ്യാൻ മാത്രം പാകമാക്കി എടുക്കുക. അവരുടെ സെൻസിറ്റീവ് പീരീഡ് യൂസ് ചെയ്യാം, കൂടുതൽ അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി. സോ നമുക്ക് നെക്സ്റ്റ് എന്താ മറിയ മോണ്ടിസോറി പറയുന്നതെന്ന് നോക്കാം. അപ്പൊ അവരുടെ ഒബ്സർവേഷൻസ് ഒക്കെ അത്രയും കറക്റ്റ് ആയിരുന്നു മറിയ മോണ്ടിസോറിയുടെ കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ. നമുക്ക് നമ്മുടെ കുട്ടികളിലും അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികളിൽ നമ്മൾ എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ ട്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്യൂഷന് വരുന്ന കുട്ടികളിൽ തന്നെ നമുക്കിത് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഓക്കെ, സോ ഇതാണ് നെക്സ്റ്റ് ഓരോന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ബോക്സിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേണിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് കുട്ടികളുടെ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് മോഡൽസ് ഓഫ് ബിഹേവിയർ ആയിരിക്കും. ജനറ്റിക് ആയിട്ട് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് നമുക്ക് നെസസറി കണ്ടീഷൻസ് ആയിട്ട് ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എൻവയോൺമെന്റും ഫ്രീഡവും കൊടുക്കാം. അവരുടെ ഡെവലപ്മെന്റിന് പറ്റിയ ഇന്റേണൽ എയ്ഡ്സ് അവർക്ക് ഓൾറെഡി ഉണ്ട്. സെൻസിറ്റീവ് പീരീഡ് ആ ഒരു ഏജ് സ്പാൻ അതാണ്. പിന്നെ അവരുടെ മൈൻഡ് റെഡി ആയിരിക്കുക എന്തും അബ്സോർബ് ചെയ്യാൻ. എന്ത് അവരെ കൊണ്ട് അബ്സോർബ് ചെയ്യിക്കണം അത് നമ്മൾ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട്. സോ മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികൾക്ക് ആക്ടിവിറ്റി ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, അവർക്ക് കളിക്കാൻ ഇഷ്ടമാണ്. വർക്ക് ടു പ്ലേ അതാണ് പറയുന്നത്. സോ ലോ ഓഫ് വർക്ക്, ഡെവലപ്മെന്റ് സ്റ്റേജിലെ ലോ ഓഫ് വർക്ക് അതിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ആരാ വായിക്കാം? Montessori assumes that children prefer work to play. Love of work includes the ability to choose work freely and to find serenity and joy in work. According to Maria Montessori, children at Casa di Bambini were able to achieve an integration of self through their work. She observed that children who came in with destructive behavior like aggressiveness, hostility, etc., quickly settle down in the prepared environment. They became calm and peaceful after working with materials in the prepared environment. Slowly, all destructive behavior disappeared. Montessori concluded that some great need of the child must have been met through this activity of concentration, and that the new state the child had thereby reached was actually his normal state. Montessori referred to this process of psychic integration as the normalization of the child. Through work, children became normal. ലോ ഓഫ് വർക്ക്, അതായത് കുട്ടികൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് നോക്കും, അവർക്ക് എപ്പോഴും കളിക്കണം. ദാറ്റ് ഈസ് വർക്ക് ടു പ്ലേ. ഇത് അവർ ഇഷ്ടപ്പെടണം, ഈ ലവ് ഓഫ് വർക്ക് അല്ലെ. നമ്മളുടെ വീട്ടിൽ തന്നെ കുട്ടികള് ചില ടോയ്സിനോട് അവർക്ക് താല്പര്യം ഉണ്ടാവും, ചിലത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനോട് താല്പര്യമില്ല. അവര് പിന്നെ എന്തെങ്കിലുമൊക്കെ വല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും കളിക്കുന്നത്. കുറച്ച് വെള്ളം കിട്ടിയാൽ മതി, അവരത് വെച്ച് കളിക്കും. അപ്പൊ അവര് ഫ്രീ ആയിട്ട് വളരെ പീസ്ഫുൾ, സെറിനിറ്റി എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ ആയിട്ട് ചെയ്ത് ആ വർക്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി, ഇവിടെ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ എന്തെങ്കിലും ഒരു കാര്യം കളിക്കുന്നതോ ഗെയിമോ പ്ലേയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അങ്ങനെ അതില് അവര് സന്തോഷം കണ്ടെത്തുന്നു. അപ്പൊ ഇത് ഈ ചെയ്യുന്നത് ത്രൂ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഇതുപോലുള്ള ആക്ടിവിറ്റിയിലൂടെ പ്രൊവൈഡ് ചെയ്യുവാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ ചെയ്യുന്നത്. മറിയ മോണ്ടിസോറി അവരുടെ ഫസ്റ്റ് മോണ്ടിസോറി സ്കൂളായ കാസ ഡി ബാംബിനിയില് അവിടെ ഇത്
ത്രൂ ദ വർക്ക്. കുട്ടികളെല്ലാം സ്ലം ഏരിയ എന്ന് വന്നവരായിരുന്നല്ലോ, പെട്ടെന്ന് അവർ ആ അറ്റ്മോസ്ഫിയറുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാൻ ഭയങ്കര പാടായിരുന്നു. ബട്ട് ആഫ്റ്റർ സം ടൈം കുട്ടികൾ ഭയങ്കരമായിട്ട് അവർ ചെയ്യുന്ന വർക്ക് എൻജോയ് ചെയ്തു തുടങ്ങി. അവര് വളരെ കാമായിട്ടിരുന്ന് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറി, ഡിസ്റ്റർബ് ചെയ്യുന്ന ആ ഒരു നേച്ചർ മാറി, പല സാധനങ്ങളും നശിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു നേച്ചർ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ആ രീതിയിൽ നിന്നെല്ലാം അവർ മാറി. അവരെല്ലാം കെയർ ചെയ്യാൻ തുടങ്ങി. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ചെയ്യുന്ന എൻവയോൺമെന്റ് അവർ കെയർ ചെയ്യാൻ തുടങ്ങി. പേഴ്സണൽ കെയർ സ്റ്റാർട്ട് ചെയ്തു. അവരെ തന്നെ കെയർ ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരെ കെയർ ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അവരുടെ അഗ്രസീവ്നെസ് പോലുള്ള ബിഹേവിയർ, ചില കുട്ടികൾ ടോയ്സ് ഒക്കെ വലിച്ചെറിയില്ലേ, അങ്ങനെയുള്ള അഗ്രസീവ്നെസ്, പിന്നെ ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ അൺഫ്രണ്ട്ലി ബിഹേവിയർ, ആരുമായിട്ട് അങ്ങനെ കൂട്ടുകൂടാത്ത അങ്ങനെയുള്ളതെല്ലാം മാറി ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റുമായിട്ട് അവർ യൂസ്ഡ് ആയി എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അവർ പെട്ടെന്ന് തന്നെ അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങി. ഇത് മോണ്ടിസോറി സ്കൂളിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം, ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും അവിടെയുള്ള സ്റ്റാഫ് ഡീൽ ചെയ്യുന്നത്. ഏത് സ്റ്റാഫ് തന്നെയായിരിക്കും, ടോപ്പിലിരിക്കുന്ന ഡയറക്ടേഴ്സ് തുടങ്ങി ഫെസിലിറ്റേറ്റേഴ്സും അവിടുത്തെ അസിസ്റ്റന്റ്, ഈവൻ വണ്ടി ഉണ്ടെങ്കിൽ അതിന്റെ ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. ഈ ഫസ്റ്റ് അഡ്മിഷൻ ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു കാഴ്ച എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഫ്രം ദ ഗേറ്റ്, ആ ഗേറ്റിന്റെ അവിടുന്ന് ഫെസിലിറ്റേറ്റേഴ്സും അതുപോലെ തന്നെ അസിസ്റ്റന്റ്മാരുണ്ടാവും. അവരും കൂടിയിട്ട് കുട്ടിയെയും പാരന്റ്സിനെയും ഇൻവൈറ്റ് ചെയ്ത് മോണ്ടിസോറി ആ ഒരു പ്രിമസിലേക്ക് കടക്കുമ്പോൾ ആ മെയിൻ ഡോറിന്റെ അവിടെ ഡയറക്ടേഴ്സ് നിൽക്കുന്നുണ്ടാവും. ഡയറക്ടേഴ്സ് ആണ് കുട്ടിയെയും പാരന്റിനെയും കൂടെ ആ ക്ലാസ് റൂമും അവിടുത്തെ മെറ്റീരിയൽസും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആള് വളരെ സോഫ്റ്റ് ആയിട്ട് ഭയങ്കര കാമായിട്ട് പ്ലീസിങ് ഫേസ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. കുട്ടികൾ ഇതൊക്കെ ശ്രദ്ധിക്കുവാണല്ലോ. അപ്പൊ ഈ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഡയറക്ടേഴ്സ് പലതവണ റിപ്പീറ്റ് ചെയ്യും, this is our place, we have to move gently, we have to speak softly എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പലതവണ കുട്ടിയോടും പാരന്റ്സിനോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഓരോ മെറ്റീരിയൽസ് കാണിക്കുന്നത്. മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ ഓരോ മെറ്റീരിയലും അതിന് സ്പെസിഫിക് ആയിട്ട് പ്ലേസ് ഉണ്ടായിരിക്കും, ഓരോ സ്പെസിഫിക് പർപ്പസിനുള്ളതാണല്ലോ. മെറ്റീരിയൽസ് ഒക്കെ കാണിച്ചു കൊടുത്ത് മെറ്റീരിയൽസ് അങ്ങനെ ചിലപ്പോൾ പതുക്കെ കൈകൊണ്ട്, അപ്പൊ ഇതെല്ലാം കുട്ടി ശ്രദ്ധിക്കുക, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അബ്സോർബൻ മൈൻഡ് ആണല്ലോ. അപ്പൊ കുട്ടിക്ക് ഫ്രം ദ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് ആ ഒരു ഉള്ളിലേക്ക് കിട്ടും. വി ഹാവ് ടു മൂവ് ജെന്റ്ലി, സ്പീക്ക് സോഫ്റ്റ്ലി എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ അത് കുട്ടിയുടെ മനസ്സിലേക്ക് ചെല്ലും. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ഈ ഒരു രീതി വരുമ്പോഴേക്കും 30 കുട്ടികൾ ചെല്ലുവാണെങ്കിൽ 30 പേരും ആ എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആവുകയാണ് അവിടുത്തെ രീതി. ഫ്രം ദ ഫസ്റ്റ് ഡേ തന്നെ അഡ്ജസ്റ്റഡ് ആവണമെന്നില്ല. കുറെ കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം എടുക്കുമായിരിക്കും, ചിലർക്ക് പെട്ടെന്ന് തന്നെ ആവുമായിരിക്കും. ഡിപ്പെൻസ്. അത് ജസ്റ്റ് ഷോയിങ്, എല്ലാം കാണിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ചെയ്യിക്കുകയല്ല. അപ്പം ഫെസിലിറ്റേറ്റർ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. ക്രിയേറ്റഡ് ആയിരിക്കാം, എന്നാലും അത് രസമായിട്ട് തോന്നി. ചെറിയൊരു ബേബി, ഒരു 2-2.5 വയസ്സുണ്ടാവുമായിരിക്കും. അതിങ്ങനെ മൊബൈലോ ടാബോ എന്തോ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നു. അപ്പൊ ഇതിന്റെ പാരന്റ്, അമ്മ ആദ്യം ഈ കുട്ടിയുടെ ഒരു സൈഡിൽ വന്നിരുന്ന ഒരു ബുക്ക് എടുത്തോണ്ട് വന്ന് വായിക്കും, അച്ഛനും ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന ഒരു ബുക്ക് വായിക്കും. അപ്പൊ അമ്മയും അച്ഛനും കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബുക്ക് വായിക്കുന്നതായിട്ട് ഇങ്ങനെ ഇരിക്കുക. കുട്ടി രണ്ടുപേരെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. അപ്പൊ ഇവരുടെ മുമ്പിൽ കുറെ ബുക്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ വേഗം കയ്യിലിരുന്ന ടാബ് അത് താഴെ വെച്ചിട്ട് അവനും പോയി ഒരു ബുക്ക് എടുത്തോണ്ട് വന്ന് വായിക്കും. സെയിം മെത്തേഡ് തന്നെ മോണ്ടിസോറി, അത് ക്രിയേറ്റഡ് ആയിരിക്കാം, ഇങ്ങനെ ഒരു മെസ്സേജ്, നല്ലൊരു മെസ്സേജ് കാണിച്ചു. അപ്പൊ മോണ്ടിസോറി മെത്തേഡിൽ ഇത് തന്നെയാണ്. ദ ഫെസിലിറ്റേറ്റേഴ്സ് അവരെല്ലാം ജസ്റ്റ് ദേ ആർ ഷോയിങ് ദ ആക്ടിവിറ്റി. അവരിങ്ങനെ കാണിക്കുന്നു, അല്ലെങ്കിൽ അവർ തന്നെ ഇരുന്ന് ചെയ്യുന്നത് കുട്ടി ചിലപ്പോൾ കാണുന്നുണ്ടാവും. അത് കണ്ട് കുട്ടി അതുപോലെ തന്നെ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ ഒരു ഏജിലുണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെയാണ് അവര് അങ്ങനെ ഇവരുടെ സൈക്കിക് ഇന്റഗ്രേഷൻ, ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അത് നോർമൽ രീതിയിലാണ് ഡെവലപ്മെന്റ് ആവും, നാച്ചുറൽ ആയിട്ട് ആയി വരുവാണ്. ത്രൂ വർക്ക് കുട്ടി ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് പോകുന്നു. ഇവിടെ നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് പെർഫെക്റ്റ് എന്നല്ല കേട്ടോ. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എടുത്തോന്ന് എനിക്കറിയില്ല. യെസ്, അതിനി വരുന്നേ ഉള്ളൂ കേട്ടോ, ചാപ്റ്റർ വരുന്നേ ഉള്ളൂ. 5th യൂണിറ്റ് ആണ് നമ്മുടെ പാർട്ട് 3. മോണ്ടിസോറി മെത്തേഡിലെ നോർമൽ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് പെർഫെക്റ്റ്. അതിന്റെ അർത്ഥം
ഇപ്പോ ഒരു ആക്ടിവിറ്റി തന്നെ താനിരുന്ന് ചെയ്ത് അതിൽ എൻജോയ് ചെയ്യുന്നു, അതാണ് ദാറ്റ് ഇസ് നോർമൽ. അതേസമയം ഡീവിയേറ്റഡ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഭയങ്കരമായിട്ട് അഗ്രസീവ്നെസ് കാണിക്കുന്നു, കോൺസെൻട്രേഷൻ കാണിക്കുന്നില്ല, ഡിസ്റ്റർബ്ഡ് ആകുന്നു, അതാണ് ഡീവിയേറ്റഡ്. നോർമൽ ആകുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഡീവിയേഷൻസ് ഒക്കെ മാറി അവര് കാമായിട്ടിരുന്ന് ഈ ആക്ടിവിറ്റീസ് ചെയ്ത് അവര് ഹാപ്പി ആകുന്നതാണ് നോർമൽ മോണ്ടിസോറി മെത്തേഡിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് വായിക്കാൻ തോന്നും. സ്ക്രോൾ ചെയ്യാം. ഓക്കെ, ആരാ വായിക്കാം? യെസ്, ഞാൻ വായിക്കാം. വായിച്ചു. വായിക്കുന്നുണ്ടോ? ആരോ പറഞ്ഞു വായിക്കാന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് മാറിയതാ മിസ്സേ. വായിക്കാന്ന് പറഞ്ഞ ആള് വായിക്കുന്നുണ്ടോ? ഇല്ല, വായിച്ചോളൂ. ഓക്കെ. Among the revelation the child has brought us, there is one of the fundamental importance, the phenomenon of normalization through work. It is certain, but the child's aptitude for work represents a vital instinct. For without work, his personality cannot organize itself and deviates from the normal line of its construction. Man builds himself through the working. The work of a child is different. അത്ര മതി മാം. പോയിന്റ്സ് അല്ലേ, അത് നമുക്ക് അടുത്തായിട്ട് പിന്നെ വായിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞ ത്രൂ വർക്കിംഗ്, അതായത് മറിയ മോണ്ടിസോറി പറയുന്നത് ഒരു മാൻ, അയാളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ത്രൂ മൂവ്മെന്റ് ആണ് അല്ലെ. മൂവ്മെന്റ് ഉണ്ടെങ്കിലാണ് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയും. നമ്മളിപ്പം ഒരു എന്തിനെങ്കിലും ജീവനുണ്ടോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു കിളി വന്ന് നിലത്ത് വീണു, അനങ്ങുന്നില്ല. സോ ജീവനുണ്ടോ എന്ന് നോക്കുന്നത് അനക്കമില്ല, അത് മരിച്ചുപോയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അനക്കുണ്ട്, ജീവനുണ്ട് അല്ലെ. മൂവ്മെന്റ് ഉണ്ടെങ്കിലാണ് ലൈഫ് ഉള്ളൂ. സോ ലൈവ്ലി ആവണമെങ്കിൽ മൂവ്മെന്റ് വേണം. സോ അതായത് ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ മൂവ്മെന്റ് നെസസറി ആണ്. അതാണ് മറിയ മോണ്ടിസോറി പറയുന്നത്, മൂവ്മെന്റ് മേക്സ് ദം പെർഫെക്റ്റ്, ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത്. മാൻ ബിൽഡ്സ് ഹിംസെൽഫ്, തന്നെത്താനെ കൺസ്ട്രക്ട് ചെയ്യുകയാണ്, അവനെ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ത്രൂ വർക്കിംഗ് ആണ്, through their movements. വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നതാണ് മോണ്ടിസോറി മെത്തേഡ്. എപ്പോഴും ആക്ടിവിറ്റീസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. വിത്തൗട്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ വിത്തൗട്ട് വർക്ക് ഹിസ് പേഴ്സണാലിറ്റി ശരിയായ രീതിയിൽ ഓർഗനൈസ് ചെയ്യില്ല എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അപ്പൊ ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷന് മൂവ്മെന്റ് ആവശ്യമാണ്, സെൽഫ് ഡെവലപ്മെന്റ്, അതാണ് സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇനി കുട്ടികളുടെ കാര്യം, ഗ്രോണപ്സ് അഡൽട്സിന്റെ കാര്യം പറയുവാണെങ്കിൽ കുട്ടികളുടെ ആക്ടിവിറ്റീസ്, കുട്ടികളുടെ മൂവ്മെന്റും അല്ലെങ്കിൽ അവര് ചെയ്യുന്ന വർക്ക് പ്ലേ എന്ന് പറയുന്ന പോലെ തന്നെ അഡൽട്സ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് 2 പോയിന്റ്സ് എയും ബിയും ആരെങ്കിലും വായിക്കാം? നേരത്തെ വായിക്കാന്ന് പറഞ്ഞ വായിച്ചോ. The aim of the child's work is not a visible one but of an internal one that is for self-construction and adult work to complete an activity the child work. In order to develop through work, he establishes constraints, a motor development, work habit, and more importantly, his self-concept. The child attains a law of maximum effort. To succeed by himself, he boosts his effort. To develop, he must do it himself, and no one can do it for him. In fact, every support given to a child catapults his development. ഓക്കെ, സോ കുട്ടികളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അവര് പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ഫോർ സെൽഫ് കൺസ്ട്രക്ഷൻ. അവരുടെ ഡെവലപ്മെന്റിനാണ് ആക്ടിവിറ്റി വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഹിസ് എന്നാണ്, HIE എന്നുള്ളത് ഹിസ് ആണ്. ഹിസ് മോട്ടർ ഡെവലപ്മെന്റ്, അവരുടെ മസിൽസ് അതെല്ലാം ഡെവലപ്പ് ആവും ആ ഒരു രീതിയിൽ. പക്ഷെ ഒരു അഡൾട്ട് ചെയ്യുന്നതോ അവർ ഓൾറെഡി ഡെവലപ്ഡ് ആയി കഴിഞ്ഞു, അവരുടെ മോട്ടർ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ആയി കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് അവർക്കൊരു എൻഡ് റിസൾട്ട്, അതാണ് അഡൾട്ട്. അവരുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക, അതാണ് അഡൾട്ട്. ഇപ്പൊ അവര് ലൈക്ക് ഒരു 1 hour ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുവാണ്, അല്ലെങ്കിൽ ജോലി, എന്തെങ്കിലും ഒരു ജോലി, ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. സോ അവരെ സംബന്ധിച്ച് എൻഡ് റിസൾട്ട് എന്താ, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിലൂടെ അവൻ എൻജോയ് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ അവന്റെ പല ഡെവലപ്മെന്റുകളാണ് നടക്കുന്നത്. അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ആ സ്റ്റേജസ് എല്ലാം കഴിഞ്ഞു. അതേസമയം ഒരു പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അവനെ സംബന്ധിച്ച് അവന്റെ കട്ട് ഓഫ് ആണ് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്, സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു റിപ്പോർട്ടാണ്. സോ അതാണ് അയാളെ സംബന്ധിച്ച് ഒരു വർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് 1/2 hour ഒന്ന് സൈക്കിൾ ഓടിക്കണം. അപ്പൊ 1/2 hour സൈക്കിൾ ഓടിച്ച് ആ 1/2 hour കൊണ്ട് ആ സൈക്കിൾ ഓടിച്ച് കംപ്ലീറ്റ് ചെയ്യാം ഫോർ ഹിസ് ഫിസിക്കൽ ഫിറ്റ്നസ്. അതാണ് അവരെ സംബന്ധിച്ചൊരു എൻഡ് റിസൾട്ട്, അതാണ് അഡൽട്ടിനെ സംബന്ധിച്ച്. പക്ഷെ കുട്ടികളിലോ അവരിൽ അവരുടെ പല ഡെവലപ്മെന്റിനും ഈ അവർ ചെയ്യുന്ന വർക്ക് ഹെൽപ്ഫുൾ ആണ്. കോൺസെൻട്രേഷൻ, പിന്നെ മസിൽസിന്റെ മൂവ്മെന്റ്സ്, മോട്ടോ ഡെവലപ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ ഒരു അവരുടെ പേഴ്സണാലിറ്റിയിലേക്ക് ആ ഒരു പല പ്രോസസ് ചെയ്യുമ്പോഴും പേഴ്സണാലിറ്റിയിലേക്കുള്ള ഡെവലപ്മെന്റിന് കാരണമാകും. പിന്നെ അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് പല കാര്യങ്ങളും ചെയ്യും, സക്സീഡ് ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും ചെയ്ത് വരുമ്പോഴേക്കും പിന്നെ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ആക്ടിവിറ്റി. അപ്പൊ പലപ്പോഴും പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവരുടെ എഫേർട്ട് കൂടുതൽ ബൂസ്റ്റ് ആവുകയാണ്, കൂടുതൽ മാക്സിമൈസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം ഡെവലപ്മെന്റ് ആണ്. കുട്ടിയുടെ മെന്റൽ ഡെവലപ്മെന്റും ഫിസിക്കൽ ഡെവലപ്മെന്റും ആണ് അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും. അഡൽട്ടിനെ സംബന്ധിച്ച് അവരെന്തെങ്കിലും എയിമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, മീൻസ് അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അഡൽട്ടിനെ സംബന്ധിച്ച്. സോ വി ഹാവ് 3 minutes more, 3 or 4 minutes. 3 പോയിന്റ്സ് കൂടെ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഞാൻ വായിക്കാം മിസ്സേ. Yes. Children use the environment to enhance themselves. Adults use themselves to improve the environment. The adult is no longer developing. He has arrived at a norm of the species. But the child is being in a constant state of transportation. He interacts with the environment and receives impressions for his psychic development. D. Children work for the purpose of the process. However, the adult is involved with the end and result. E. The action of the child's work is different from the adult. A child of about 3-5 years who wants to work with the 10 cubes of pink tower on a rug would create 10 separate journeys all over the room. An adult who would never act in that way. The child does not hurry as we do towards the end. By following his rhythm, he is able to accurate himself. കുട്ടികളെ എൻവയോൺമെന്റ് യൂസ് ചെയ്യുന്നത് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അഡൾട്ട് എന്താ ചെയ്യുന്നത്, അവര് തന്നെ ആ എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ആക്കാനോ, അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ അറിയില്ലല്ലോ. അവർക്ക് ചുറ്റുപാടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർ പലതും ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കും. അഡൾട്ട്സിന് അവരുടെ എൻവയോൺമെന്റ് അവർക്ക് വേണ്ടുന്ന രീതിയിൽ മാറ്റാനുള്ള ആ ഒരു ഏജ് ആയി കഴിഞ്ഞു. പിന്നെ അഡൾട്ടിന്റെ ഒന്നുമില്ല, ഓൾമോസ്റ്റ് അതിന്റെ പീക്കിൽ തന്നെ എത്തിയിട്ടുണ്ട്. ബട്ട് കുട്ടി അതിന്റെ ഒരു യാത്രയിലാണ്, ഒരു ട്രാൻസ്പോർട്ടേഷനിലാണ്, ആ ഒരു ഡെവലപ്മെന്റിലേക്കുള്ള ഒരു യാത്രയിൽ തന്നെയാണ്, ആ ഒരു വഴിയിലാണ്. എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അവൻ കാണുന്ന പലതും പല ഡൗട്ട്ഫുൾ ആയിരിക്കും. വൈ ക്വസ്റ്റ്യൻസ് കുറെ ചോദിക്കും. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അഡൽട്ട്സ് ഓൾറെഡി അതെല്ലാം മനസ്സിലാക്കി അതെല്ലാം കഴിഞ്ഞത്. അപ്പൊ കുട്ടി അഡൽട്ടിനോട് സംശയം ചോദിക്കുമ്പോൾ കുട്ടിയായിരുന്ന് വേണം അതിന് മറുപടി പറയാൻ.
ഇതൊന്നും നിനക്കറിയില്ലേ, ഇതെങ്ങനെയാണ് വെച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലല്ല അങ്ങനത്തെ വൈ ക്വസ്റ്റ്യൻസ് കുട്ടി ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണത്. അത് പറഞ്ഞില്ല, ഞാനത് പറഞ്ഞേ ഉള്ളൂ. കാരണം അഡൽട്ട് ഓൾറെഡി ഹി നോസ് എവറിത്തിങ്. അയാളുടെ ഡെവലപ്മെന്റ് എല്ലാം കഴിഞ്ഞു. കുട്ടികളെ ഈ ഒരു അവരുടെ ആക്ടിവിറ്റി ചെയ്യുന്നു. അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എൻഡ് റിസൾട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഒരു പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, അതാണ് അവരുടെ ആ ഒരു എയിം, അവരുടെ എൻഡ് റിസൾട്ട് അതാണ്. പക്ഷെ കുട്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും എൻജോയ് ചെയ്താണ് അവൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ ലൈക്ക് ഇപ്പം മോണ്ടിസോറി മെറ്റീരിയലിലുള്ളതാണ് പിങ്ക് ടവർ എന്ന് പറയുന്നത്. 10 ക്യൂബ്സ് ആണ് പിങ്ക് കളറിലുള്ള മെറ്റീരിയൽ നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത് കാണിക്കായിരുന്നു. 10 ക്യൂബ്സ് ആണ് പിങ്ക് കളറിലുള്ളത്. അതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ടവറിന്റെ ഷേപ്പിൽ വരും. അപ്പൊ ഏറ്റവും വലിയ ക്യൂബ് ആയിരിക്കണം താഴെ വെക്കേണ്ടത്. 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ ഉള്ള ക്യൂബ്സ് ആണ്. അപ്പം ഒരു അഡൾട്ടിന് പെട്ടെന്ന് കാണുമ്പോൾ അറിയാം ഏതാണ് ഏറ്റവും അടിയിൽ, അതിന്റെ മുകളിലടുത്തത് ഏത് വരണം, അങ്ങനെ ടോപ്പ് വരെയും ഏത് ലെവലിൽ പോകണം എന്നുള്ളത് അഡൾട്ട് നോസ്. ആക്ച്വലി അതിന്റെ ആക്യുറസി അറിയാം. ബട്ട് കുട്ടികൾക്ക് അത് ചിലപ്പോൾ അറിയണമെന്നില്ല. അവരിങ്ങനെ ഓരോ പ്രാവശ്യം വെച്ച് നോക്കും, കറക്റ്റ് അല്ല എന്ന് തോന്നുമ്പോൾ അവർ വീണ്ടും മാറ്റി മാറ്റി റിപ്പീറ്റ് ചെയ്യും ആക്ടിവിറ്റി. കാരണം അവര് തന്നെ അവരുടെ എറർ കൺട്രോൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് അവസാനം അവരത് വെച്ച് കഴിയുമ്പോൾ അവരുടെ ഒരു ചിരി സന്തോഷം ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് ദ എൻഡ് റിസൾട്ട്. ആ ഒരു അച്ചീവ്മെന്റ് എന്തോ അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ള ആ ഒരു ഫീല് അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ദാറ്റ് ഇസ് എ ജേർണി ഓഫ് ദ ഡെവലപ്മെന്റ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് പിങ്ക് ടവറിന്റെ കാര്യം. ഓക്കെ, സോ ഇതാണ് ലോ ഓഫ് നാച്ചുറൽ. ഓക്കെ ഫൈൻ, ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, സോ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻവയോൺമെന്റും ഫ്രീഡവും ആണ് ഇവർക്ക് വേണ്ടുന്ന മെയിൻ 2 കണ്ടീഷൻസ് ഫോർ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബന്റ് മൈൻഡ് ആണ്. അത് അവരുടെ ഇന്റേണൽ ടൂൾസ് ആണ്, എയ്ഡ്സ് ആണ്. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അത് യൂട്ടിലൈസ് ചെയ്യുക. ഇത് വേണം. സൈൻ ഔട്ട് ഉണ്ടോ? ഷംനയുടെ എന്തോ ഫോണാണേ. പറയട്ടെ മാം. ബിലീവിംഗ് യുവർസെൽഫ് ഈസ് ഫസ്റ്റ് സീക്രട്ട്. ആദ്യ രഹസ്യം നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസമാണ്. സൈൻ ഔട്ട് ശ്രീജ. മാം നമുക്ക് MCQ ഇല്ലേ മാം കഴിഞ്ഞ ചാപ്റ്ററുകളില്? തരാം. മാം എനിക്ക് മൈൻഡ് സ്ക്രിപ്റ്റിനെ കുറിച്ചൊരു ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് എഴുതാന്ന്. എന്താണ് മൈൻഡ് സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ സ്റ്റോറി ബുക്കില്, അതെങ്ങനെയാണ് എഴുതേണ്ടത് ഒരു ഡൗട്ട്. എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരോ? മൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മെസ്സേജ് വരുന്നതായിരിക്കണം മൈം. ഓക്കെ, എങ്ങനെയാണ് എഴുതേണ്ടത്? നമ്മൾ റെക്കോർഡിൽ അത് പിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ഡ്രാമയ്ക്കും മൈമിനും പിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രാമയ്ക്കും അതുപോലെ തന്നെ മൈമിനും പിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഓക്കെ. മൈമിന് ഇലിസ്ട്രേഷൻ വേണ്ട, പിക്ചർ വേണ്ട. അതുപോലെ തന്നെ ഡ്രാമയ്ക്കും പിക്ചർ വേണ്ട. ഇനി നിങ്ങൾക്ക് പിക്ചർ ഉണ്ട് അങ്ങനെയൊക്കെ നിർബന്ധമില്ല. പിക്ചർ വേണമെന്നോ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഈ ഡ്രാമയും മൈമും എല്ലാം നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. എല്ലാ സ്റ്റോറീസും കുട്ടികളിലേക്ക് ഒരു മെസ്സേജ് എത്തുന്ന രീതിയിലുള്ള സ്റ്റോറീസ് തന്നെയാണ്. മൈം ഞാൻ എഴുതിയ തീം ഞാൻ പറയാം. ഒരു വാല്യൂബിൾ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറി ആയിരുന്നു ഞാൻ എഴുതിയത്. അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയായിട്ട് ജീവിക്കുന്നു. ഒരു പുവർ ഫാമിലിയാണ്, ബട്ട് വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നു. സോ കുട്ടിയുടെ ബർത്ത്ഡേ വരുവാണ്. കുട്ടിയുടെ ബർത്ത്ഡേ വരുമ്പോഴേക്കും അവള് ഡിമാൻഡ് ചെയ്യുവാണ് ഡോള് വേണമെന്ന്. പക്ഷെ ആ ഡോൾ ഇച്ചിരി കോസ്റ്റ്ലി ആണ്. പാരന്റ്സിന് അത് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനിലല്ല അവര്. അപ്പൊ അവള് പിണങ്ങി പോയിട്ട് കിടന്നു, ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നു. അപ്പൊ പാരന്റ്സ് നമ്മൾ സംസാരിക്കുന്ന ഇവള് ഓവർഹിയർ ചെയ്യാണ്. അവര് എന്തോ
ക്യാഷ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പിഗി ബാങ്ക് പോലെ ഉണ്ട്, അത് പൊട്ടിക്കാം എന്ന് അമ്മ പറയണു. പാരന്റ് പറയും, അച്ഛൻ പറയും ഞാൻ എന്റെ വാച്ച് സെല് ചെയ്യാം, കടോള് വാങ്ങാന്നൊക്കെ പറയുന്നത് ഇവര് കേൾക്കുകയാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്ന് ഓടി വന്ന് അവരെ ഹഗ് ചെയ്തു. അവരോട് പറയും എന്റെ വാല്യൂബിൾ ഗിഫ്റ്റ് നിങ്ങളുടെ സ്നേഹമാണെന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മളൊരു സ്റ്റോറി എഴുതാം. നമുക്ക് മൈമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം. ക്യാരക്ടേഴ്സ് അതുപോലെ വരണം. ഒരു മെസ്സേജ് കുട്ടികളിലേക്ക് വരണം. മൈം അറിയാലോ, നമ്മള് ഡയലോഗ്സ് ഒന്നും പറയുന്നില്ല, നമ്മള് എല്ലാം ആക്ഷൻസ് കൂടിയല്ലേ കാണിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വരുന്ന ഒരു സ്റ്റോറി ആയിരിക്കണം. കാരണം അത് പ്രസന്റ് ചെയ്താൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി. സ്റ്റോറി പോലെ എഴുതുകയാണ് അല്ലേ വേണ്ടത്? അതെ അതെ അതെ. ഓക്കെ, ശരി, താങ്ക് യു. പിന്നെ നോവലില്ലേ ടീച്ചർ, അതൊക്കെ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന നോവലല്ലേ വേണ്ടുള്ളൂ, അല്ല വലിയ നോവലൊന്നും എഴുതരുതല്ലോ? ഇല്ല, എല്ലാത്തിലും ഒരു മെസ്സേജ് കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ, അതായത് ഇവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ കടങ്കഥ പോലെയൊന്നും നമ്മള് സാധാരണ നമ്മൾ വായിക്കുന്ന നോവലും കഥകളൊക്കെ ഇല്ലേ, അവസാനം എൻഡ് റിസൾട്ട് ഒന്നും ഇല്ലാതെ എൻഡിൽ ചെന്നിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കുന്ന അങ്ങനത്തെ ഒന്നും എഴുതരുത്. ഇവരിലേക്ക് നല്ലൊരു മെസ്സേജ് ചെല്ലുന്ന രീതിയിലുള്ള നോവലും കഥകളും എഴുതണം. ഡ്രാമയാണെങ്കിലും ഞാൻ എഴുതിയതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇല്ല പറഞ്ഞു തന്നിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ, കാരണം നമുക്കൊരു ഹാഫ് ആൻ അവർ എങ്കിലും വേണം. എല്ലാ കഥകളും ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഒരു തീം, ഒരു ഐഡിയ കിട്ടും എങ്ങനെ എഴുതണ്ടേന്നുള്ളത്. ഓൾറെഡി ഞങ്ങള് 13-ാം തീയതി സബ്മിറ്റ് ചെയ്യാനായേക്കണു. എഴുതി തുടങ്ങിയോ? 13-ാം തീയതി എഴുതി കഴിഞ്ഞു, കംപ്ലീറ്റ് ടൈം. പറഞ്ഞ കാര്യം. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.